നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലുള്ള ഈ ഒരൊറ്റ സ്വഭാവം മതി നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും തകർത്ത് കളയാൻ. തുല്യത നടത്തുക, താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുക എന്നുള്ള നമ്മളുടെ ഒരു മോശം സ്വഭാവം നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും, നമ്മളുടെ എല്ലാ ശക്തികളെയും, നമ്മളുടെ എല്ലാ ഊർജത്തെയും, നമ്മളുടെ എല്ലാ നല്ല ബുദ്ധികളെയും തകർത്ത് കളയും. വെള്ളത്തിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പെട്രോളിന് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ പല്ലുകുത്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു JCBക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അവരവരുടേതായ രീതിയിൽ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, യുണീക്കാണ് എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഔദാര്യവും നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടതും. നമ്മൾ ഹൈറ്റ് ഇല്ലാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ഹൈറ്റ് ഇല്ലാതെയേ ജീവിക്കാൻ സാധിക്കൂ. അത് നമ്മൾക്ക് ഒരിക്കലും മാറ്റിമറിക്കാൻ സാധിക്കില്ല. പക്ഷെ ഹൈറ്റ് ഇല്ല എന്നുള്ള ഒരു പരാതി കൊണ്ട് നമ്മൾ കരഞ്ഞു ജീവിച്ചാൽ ഓരോ ദിവസവും നമ്മൾ മരിച്ചു ജീവിക്കേണ്ടി വരും. അങ്ങനെ നമ്മളുടെ ഓരോ കുറവുകളും, കറുപ്പും വെളുപ്പും, നമ്മളുടെ സൗന്ദര്യവും എല്ലാം ഇതുമായി കണക്റ്റഡ് ആണ്. എല്ലാം ഇങ്ങനെയേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജോൺ എഫ് കെന്നഡി became the president at the age of 43. ശ്രദ്ധിക്കണേ, ജോൺ എഫ് കെന്നഡി 43-ാമത്തെ വയസ്സിൽ പ്രസിഡന്റായി. ജോ ബൈഡൻ became the president at the age of 78. 78-ാമത്തെ വയസ്സിലാണ് ജോ ബൈഡൻ പ്രസിഡന്റായി മാറുന്നത്. അദ്ദേഹം അത്രയും നാൾ പ്രസിഡന്റ് ആകാത്തതിൽ ആവലാതിപ്പെടുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും, ബരാക് ഒബാമ അടക്കമുള്ളവർ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം കരയുകയല്ല ചെയ്തത്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതാണ്. ഓയോ എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് അതിന്റെ ഓണർ 20-ാമത്തെ വയസ്സിലാണ്. എന്നാൽ KFCയുടെ ഓണർ അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങിയത് 65-ാമത്തെ വയസ്സിലാണ്. 65-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് ലോകമെമ്പാടുമുള്ള ശാഖകൾ ഉണ്ടാക്കാൻ KFCയുടെ ഓണർക്ക് സാധിച്ചു. പ്രായം വെറും അക്കം മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഏജ് ആയിട്ടുള്ളവരുണ്ടാകാം. നമ്മൾക്കിനി ജീവിതത്തിൽ വേറെ ഒന്നും അച്ചീവ്മെന്റ് നടത്താൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. പക്ഷെ അത് വെറും പൊള്ളത്തരമാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡിഫൻസ് മോഡിൽ നിന്നും നമ്മൾ അഗ്രസീവ് മോഡിലേക്ക് ഒന്ന് ഇറങ്ങി വരണമെന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ പലതും പല രീതിയിലും പറയും. ഞാൻ അതിനായിട്ടൊരു ഉദാഹരണം, ഒരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഒരു അച്ഛനും മകനും കൂടി ഒരു കുതിരയെ കൊണ്ട് റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോ ഒരു 10-12 വയസ്സുള്ള ഒരു മകനും ഒരു അച്ഛനുമാണ് ഈ കുതിരയുമായിട്ട് നടന്നു പോയത്. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഈ കുഞ്ഞ് ഇവൻ ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവനെ ഈ കുതിരയുടെ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ സവാരി നടത്താമെന്ന് വിചാരിച്ചു. അവർ കുറച്ച് സമയം ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾക്കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഇതെന്തൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്? ഇദ്ദേഹം ഈ കുഞ്ഞിനെ, 12 വയസ്സുള്ള മകനെ ഇരുത്തിയിട്ട്, ആ കൊച്ചിന് വകതിരിവൊക്കെ ഉള്ള പ്രായമായല്ലോ, അച്ഛനെ നടത്തിയിട്ട് മകൻ കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്നു. ഇത് കേട്ടപ്പോ അവർ പെട്ടെന്ന് അതിൽ നിന്നും, ഈ വാക്കിൽ നിന്നും ദുഃഖിതരായിട്ട് മകനെ താഴെ ഇറക്കിയിട്ട് അച്ഛൻ കയറി മുകളിലിരുന്നു. അച്ഛൻ മുകളിലിരുന്ന് കുറെ സമയം നടന്നപ്പോൾ അപ്പോഴും ജനക്കൂട്ടം അവിടെ നിന്ന് പറഞ്ഞു, എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്? മകൻ നടന്നു പോകുന്നു, അച്ഛനെ അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നു. എന്തൊരച്ഛനാണിത്? ആ കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അപ്പോഴും അവർക്ക് വിഷമം തോന്നിയിട്ട് അവർ രണ്ടുപേരും കൂടി കുതിരയുടെ പുറത്ത് കയറി യാത്ര ചെയ്തു. അപ്പോഴും ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ കുതിരയെ കൊല്ലുമോ? രണ്ടുപേരുടെ വെയിറ്റ് താങ്ങാതെ ഈ കുതിര ചത്തുപോകുമല്ലോ, നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ എന്ന് ചോദിച്ചു. ഇവർ വളരെ ആശയക്കുഴപ്പത്തിലായി. പക്ഷെ അച്ഛന് കുറച്ച് കാര്യഗൗരവമുള്ള ആളായിരുന്നു. അയാൾ കുറെ സമയം അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കിന്നൊരു കാര്യം പറഞ്ഞു തരാം. ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പറയും. എല്ലാവരുടെയും അഭിപ്രായമല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മളുടെ മനസ്സിന്റെ, നമ്മളുടെ ബുദ്ധിയുടെ വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് രണ്ടുപേർക്കും ഈ കുതിരയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം. കുതിരക്ക് അതിലൊരു പരിഭവമില്ലല്ലോ. അതിന് കുറച്ച് നല്ല ഭക്ഷണവും വെള്ളവും എല്ലാം നമ്മൾക്ക് കൊടുത്ത് അതിനെ എനർജറ്റിക് ആക്കിയിട്ട് നമ്മൾക്ക് ഒരുമിച്ച് യാത്ര കുതിരയുടെ പുറത്തുകൂടി പോകാമെന്ന് പറഞ്ഞ് അവർ 2 മണിക്കൂറിനകം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ് ഈ കഥയുടെ സാരാംശം. ആളുകൾ പലരും പലതും പറയും. അത് വിചാരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, നമ്മൾക്ക് പ്രായമായെന്ന് വിചാരിച്ചാൽ, നമ്മൾ കടിഞ്ഞാൻ വിട്ടുകളഞ്ഞു, എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവസാനിക്കും. അതല്ല, ഒരു അഗ്രസീവ് മൂഡിലിറങ്ങി ഒരു ഗെയിമും കൂടി കളിക്കാൻ ഇനിയും ഇവിടെ അവസരമുണ്ടെന്ന് മനസ്സിലാക്കി മുൻപിലേക്ക് ഇറങ്ങി വരണമേ എന്നുള്ള അഭ്യർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിസാമുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ, അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓഹരികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ, അക്യുമെൻ ഒരു സെബി രജിസ്ട്രേഡ് ഫേമാണ്. അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് കാണാം. 9846064795 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.